4 മണിക്കൂറൊക്കെ ICUവിൽ ഇട്ടിട്ട് എനിക്ക് ലാപ്രോസ്കോപ്പിക് സർജറി ആയിട്ട് എനിക്ക് ചെയ്തു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ഇപ്പം ലാസ്റ്റ് എൻ്റെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് നിങ്ങൾ കുറച്ച് പോസ്റ്റും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരു സർജറീൻ്റെ വീഡിയോസും പോസ്റ്റുകളൊക്കെ, റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലിട്ട സമയത്ത് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു. ഫ്രണ്ട്സൊക്കെ കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താ പറ്റിയത്, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട്, എന്തിൻ്റെ സർജറി ആണെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അതല്ലാതെ യൂട്യൂബിൽ എൻ്റെ വ്ളോഗ്സും കാര്യങ്ങളും കണ്ടിട്ട് ഒരു 3-4 പേരെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചിട്ട്, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവം, ഇങ്ങനെ ഒരു വ്ളോഗ് കണ്ടല്ലോ, അതിലൊരു ക്ലാരിറ്റി ഇല്ല, അതാണ് സംഭവം. അതിലൊരു ക്ലാരിറ്റിയിൽ ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പം എന്താണ് സംഭവം ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി. കാരണം 2-3 ആളാണെങ്കിൽ പോലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ് അറിയാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം ഓൾറെഡി സർജറി കഴിഞ്ഞ് നിൽക്കണ ആ ഒരു ടൈമിലാണ് ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വോയിസ് ഓവറും കാര്യങ്ങളും കറക്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒരു ഇതിൽ എഴുതിയേണ്ടാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും, കുറേ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവും അത് കാണുമ്പോൾ. പക്ഷെ ഒന്നും അതിന് കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി ആ വീഡിയോയിലില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കറക്റ്റായിട്ടൊക്കെ ഒന്ന് ക്ലാരിറ്റി ആക്കിയിട്ടൊരു ഫുൾ വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് എന്തിൻ്റെ സർജറി ആണെന്നാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാവർക്കും അതാണ്. പെട്ടെന്നൊരു സർജറി വ്ലോഗ് കണ്ടു, ഏതാണെന്നും അതിൽ പറയണില്ലല്ലോ. അപ്പോൾ ഇതെന്തിൻ്റെ സർജറി ആണെന്നാണ്. ഇതൊരു ഒവേറിയൻ സിസ്റ്റാണ്. അതായത് ഇതിൻ്റെ ഗർഭപാത്രത്തിൻ്റെ പുറത്ത് അണ്ഡാശയത്തിൽ റൈറ്റ് സൈഡിൽ കേട്ടോ, റൈറ്റ് ഓവറി അണ്ഡാശയത്തിൽ ഒരു സിസ്റ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അറിയുന്നത് എൻ്റെ പ്രഗ്നൻസിൻ്റെ ടൈമിലാണ്. ഞാൻ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് സ്കാനിങ്ങിൽ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം എൻ്റെ ഓവറിയിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് അറിയുന്നത്. അല്ലാതെ എനിക്കതിൻ്റെ പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് നമ്മൾ ആ പ്രഗ്നൻസിയിൽ സ്കാനിങ് ചെയ്തതുകൊണ്ടാണ് ഇത് അറിഞ്ഞത്. ഇപ്പം അങ്ങനെ ഒരു പ്രഗ്നൻസി ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അതറിയില്ല. അതിൻ്റെ സൈസൊക്കെ കൂടി പെട്ടെന്ന് പെയിനും കാര്യങ്ങളും വരുമ്പോഴുള്ളൂ ഞാനിതറിയാം. അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും അറിയൽ. അപ്പം ഞാനിത് അറിഞ്ഞത് അങ്ങനെയാണ്. എൻ്റെ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് സ്കാനിങ്ങിൽ തന്നെ ഡോക്ടർ ഇത് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു സിസ്റ്റം കാര്യങ്ങളുണ്ടെന്ന്. അന്ന് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്കപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം അന്ന് ഡോക്ടർ പറഞ്ഞു, ഇത് നോർമൽ ഡെലിവറി ആകുകയാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം, അല്ലെങ്കിൽ സി സെക്ഷൻ ആവുകയാണെങ്കിൽ ആ ബേബീനെ എടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഈ സിസ്റ്റം എടുത്ത് കളയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് അന്ന് ഇതിൻ്റെ സൈസ് ഒരു 4 സെൻറ്റിമീറ്റർ അങ്ങനെ ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ തന്നെ അത് വലിയ പ്രശ്നമില്ലാത്തൊരു സിസ്റ്റാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. നമ്മൾ അന്ന് തന്നെ 2-3 ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പം ഡോക്ടർ, അന്ന് എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പം ഡെലിവറി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു 6 മാസം കൂടുമ്പോൾ ഇത് ചെക്ക് ചെയ്യണം, ഇതിൻ്റെ സൈസും കാര്യങ്ങളും കൂടുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുട്ടിക്ക് ഒരു 6 മാസമായ ടൈമിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി സ്കാനിങ് എടുത്തു. അപ്പം അന്നും ഇതൊരു 5 സെൻറ്റിമീറ്റർ 5 to 6 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് കിടന്നത്. അപ്പം ഇത് വലിയ പ്രശ്നമല്ല. 5 സെൻറ്റിമീറ്ററിൻ്റെ താഴെയാണെങ്കിൽ ഇത് അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ മുകൾക്കാണെങ്കിലാണ് സിസ്റ്റുകളൊക്കെ കാര്യമായിട്ട് പ്രശ്നമാകുക. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് ഓപ്ഷൻ ഡോക്ടർമാർ പറയുന്നത്. അപ്പം 6 മാസം കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കിയപ്പോൾ അപ്പോഴും കുഴപ്പമില്ല. എന്നോട് പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്ന് ഈ കുനിഞ്ഞുകൊണ്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് പെയിന് വരിക. ഇത് പെട്ടെന്ന് അവിടുന്ന് ട്വിസ്റ്റായി പോകാൻ ചാൻസ് ഉണ്ട്, അത് പിരിഞ്ഞാലാണ് നമുക്ക് പെയിന് വരിക എന്നാണ് പറഞ്ഞത്. അപ്പം ഇപ്പം പ്രശ്നമില്ല എന്നുള്ളത് പറഞ്ഞു. അതിന് ശേഷം ഇപ്പം 1.5 കൊല്ലത്തോളയ 1.5 കൊല്ലത്തിൽ നമ്മൾ നോക്കിയിട്ടേ ഉണ്ടായില്ല. ഈ 1.5 വർഷമായി ഇപ്പം ഡെലിവറി കഴിഞ്ഞ് ലാസ്റ്റ് സ്കാനിങ് എടുത്തിട്ട് 1.5 വർഷമായി. അതിൻ്റെ ഇടയിൽ നമ്മൾ നോക്കിയിട്ടേ ഇല്ല, സ്കാനിങ്ങോ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. അതിൻ്റെ എനിക്ക് പെയിനോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നോക്കണം എന്നെപ്പോഴും വിചാരിക്കും, പക്ഷേ നമ്മളത്ര സീരിയസ് ആക്കി എടുത്തില്ല. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ വിട്ടു.
പിന്നെ നോക്കണം എന്ന് പറഞ്ഞ് നിൽക്കണമായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് ഇതെങ്ങനെ അറിഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്ക് പീരീഡ്സ് പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ എനിക്ക് പീരീഡ്സ് കറക്റ്റ് ഡേറ്റ് ഇങ്ങനെ ആവാൻ തുടങ്ങി. കറക്റ്റ് ഡേറ്റിനായി. അത് കഴിഞ്ഞപ്പോൾ ജനുവരിയിൽ എനിക്ക് പീരീഡ്സ് തെറ്റി. 10-12 ദിവസമൊക്കെ ഇതിൻ്റെ തെറ്റി. ഡിലേ ആയിട്ടാണ് പിന്നെ പീരീഡ്സ് ആയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫെബ്രുവരിയിൽ എനിക്ക് ആയിട്ടേ ഇല്ല. പക്ഷേ ഫെബ്രുവരിയിൽ നോമ്പ് തുടങ്ങിയതിന് ശേഷം കേട്ടോ, നോമ്പ് തുടങ്ങിയിട്ടാണ് എനിക്ക് ശരിക്കും ഡേറ്റ് ആവേണ്ടിയിരുന്നത്. പക്ഷേ എനിക്ക് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് 2-3 പ്രാവശ്യം വയറുവേദന വന്നു. പീരീഡ്സ് ആവാൻ പോണ പോലെ തന്നെ നല്ല പെയിൻ കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ പീരീഡ്സ് ആയില്ല. അങ്ങനെ ഒരു 2-3 വട്ടം വന്നപ്പോൾ നമ്മൾ വീണ്ടും സ്കാനിങ് ചെയ്തു. അത് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് അറിഞ്ഞത് പീരീഡ്സ് ഡിലേ ആവുന്നത് ഇതുകൊണ്ടല്ല, പക്ഷേ ഇതിൻ്റെ സൈസ് കൂടിയിരിക്കുന്നു. വയറുവേദന വരുന്നത് ഇതിൻ്റെ കാരണം കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞു. അപ്പോൾ അപ്പോഴാണ് ഇതറിയുന്നത് സൈസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. 7.5 എത്തിയിരുന്നു. അത് ഇപ്പോഴാണ് അറിഞ്ഞത്. നമ്മളതിൻ്റെ ഇടയിൽ കാരണം ചെക്കിങ്ങും കാര്യങ്ങളൊന്നും വേറെ സ്കാനിങ്ങൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇത് അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോഴാണ് ഇത് 7.5 എത്തിയിരുന്നെന്ന് അറിഞ്ഞത്. ഡോക്ടർമാർ കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല സൈസ് ആയിട്ടുണ്ട്, ഇതിന് സർജറി ചെയ്യുന്നേ വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പെട്ടെന്ന് ഒരാൾ പറയുമ്പം പെട്ടെന്ന് പോയി സർജറി ചെയ്യില്ലല്ലോ. എന്തായാലും ഇപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആരായാലും നോക്കും. അങ്ങനെ ഞങ്ങളും വേറെ 2-3 ഡോക്ടർമാരെ കാണിച്ചു. എല്ലാവരും സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് പെട്ടെന്ന് പെയിന് വരും. ഇത് നല്ല സൈസ് ആയിക്കണം, 7.5 എത്തിയിട്ടുണ്ട്. അപ്പോൾ 5 സെൻറ്റിമീറ്ററിൽ കൂടുതൽ ഉള്ള സിസ്റ്റുകളാണെങ്കിൽ അതെന്തായാലും പെയിന് വരും. പെട്ടെന്ന് നമ്മൾ കുനിഞ്ഞ് എണീറ്റ് നിൽക്കുന്ന ടൈമിലൊക്കെ, പണികളൊക്കെ എടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് നമുക്ക് പെയിന് വരും. പെയിന് വന്നാൽ നമുക്ക് തീരെ സഹിക്കാൻ കഴിയാത്ത വേദനകൾ വരും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പെട്ടെന്ന് അത് സ്ട്രോക്ക് വരെ എത്താം, അങ്ങനത്തെ പെയിന് വരും എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞു. ഇത് കാണിച്ച എല്ലാ ഡോക്ടർമാരും അത് തന്നെ സെയിം കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പെട്ടെന്ന് സർജറി ചെയ്തെടുക്കലാണ് അതിനൊരു ബെറ്റർ ഓപ്ഷൻ. വേറെ നമുക്കൊന്നുമില്ല, മെഡിസിൻസിലൊന്നും മാറ്റാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഫൈനലി നമ്മൾ സർജൻ ഡോക്ടറെ കണ്ടു. ഇങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്തു. മാർച്ച് 10-നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് പോകാൻ സൗകര്യമൊക്കെ നോക്കിയിട്ട് അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ അഡ്മിറ്റായി. മാർച്ച് 10 നമ്മൾ അഡ്മിറ്റായി. അതിന് മുമ്പ് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതൊക്കെ നോർമലായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അഡ്മിറ്റായി. മാർച്ച് 10 രാത്രി 8 മണിക്കായിരുന്നു സർജറി. രാത്രി 8 മണിക്ക് നമ്മൾ സർജറി പോയി. പിന്നെ സർജറി കഴിഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിക്ക് ലാപ്രോസ്കോപ്പിക് സർജറി ആയിട്ട് എനിക്ക് ചെയ്തത്. ലാപ്രോസ്കോപ്പിക്കാണ് ചെയ്തത്, മറ്റേ കീ ഹോൾ സർജറി. 4 മണിക്കൂറൊക്കെ ICU ഇട്ടിട്ട് ഒരു രാത്രി 1 മണി 1:30 അതിൻ്റെ ഇടയിലാണ് പിന്നെ എന്നെ ഇറക്കി റൂമിലേക്ക് എത്തിക്കുന്നത്. അപ്പം അതുവരെയുള്ള വീഡിയോസ് ഞാൻ ഒരു ക്യാപ്ഷൻ പോലെ കൊടുത്തിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കാര്യമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് അന്ന് രാത്രി ഫുൾ പെയിനായിരുന്നു. ഞാൻ അറിയില്ല, ഭയങ്കര ഷോൾഡർ പെയിനും ബാക്ക് പെയിനും. അന്ന് ആ ഓപ്പറേഷൻ കഴിഞ്ഞ അന്ന് രാത്രി ഭയങ്കര ബോഡി പെയിനായിരുന്നു. ഞാൻ അന്ന് വേദനക്കുള്ള മരുന്നൊക്കെ തിന്നിട്ടാണ് അന്ന് ഞാൻ ഉറങ്ങിയത്. പിന്നെ പിറ്റേന്ന് എണീച്ചപ്പോഴും ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും ചെറിയ രീതിയിൽ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ആ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞു. ഇപ്പം ഞാനെൻ്റെ വീട്ടിലാണ്, ഇപ്പം റെസ്റ്റിലാണ്. ഇപ്പോഴും ചെറിയതായിട്ട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കംപ്ലീറ്റ്ലി ഞാൻ ഓക്കെ ആയിട്ടില്ല. ഈ അടിവയറിൻ്റെ ഭാഗത്ത് അപ്പം അതിൽ ആ സ്റ്റിച്ച് ഉണങ്ങുന്നതിൻ്റെ ഒക്കെ ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഓൾറെഡി റെസ്റ്റിലാണ്. ഇൻഷാ അല്ലാഹ് പെരുന്നാളൊക്കെ ആകുമ്പോഴേക്കും ഒക്കെ കംപ്ലീറ്റ്ലി സെറ്റ് ആവും. ഇനി എനിക്ക് നെക്സ്റ്റ് വീക്ക് പോയിട്ട് സ്റ്റിച്ചും കാര്യങ്ങളും എടുക്കണം. അത്രേ ഉള്ളൂ. ഇതാണ് സംഭവം എന്ന് ആ വീഡിയോയിൽ കണ്ടത്. പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. ഇത് നമുക്ക് ഡോക്ടറെ കാണിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വന്നതുകൊണ്ട് കാര്യമായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എടുത്ത വീഡിയോസാണ് ഞാനങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തത്. ഞാൻ ഈ ഓവറിയിൽ സിസ്റ്റ് ഉള്ളത് ഞാൻ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്തു. പക്ഷെ അപ്പം ഡോക്ടേഴ്സിൻ്റെ കാര്യങ്ങളിങ്ങനെ ഈ ചാനലിൽ വരികയെന്നല്ലാതെ ആരും ഒരു എക്സ്പീരിയൻസ് പറയണമെന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ എക്സ്പീരിയൻസ് പറയുന്ന വീഡിയോസൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റേത് ഇങ്ങനെയാണ്.
ഇത് ഞാൻ പ്രഗ്നൻസിയിൽ സ്കാൻ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സിസ്റ്റ് ഉള്ളിലുണ്ട് എന്നുള്ളത് അറിഞ്ഞത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതങ്ങനെ അറിയില്ല. ഇത് കൂടുതൽ ആൾക്കാരും ഇതുണ്ടെന്ന് അറിയണത് അവർക്ക് പെയിൻ വന്നു കഴിഞ്ഞിട്ടാണ്. അപ്പോഴാണ് ഇതിങ്ങനെ ഒരു സാധനം ഉള്ളിലുള്ളത് അറിയുന്നത്. അപ്പം ഇൻ്റെത് ഓൾറെഡി നേരത്തെ അറിഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ കാര്യമായിട്ട് ഡെയിലി ചെക്കപ്പ് ചെയ്യാത്തത് കൊണ്ട്, ഡെയിലി അല്ല, എൻ്റെ ഒരു റുട്ടീനായിട്ട് ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഇത് ചെക്കപ്പ് ചെയ്യാനായിരുന്നു. പക്ഷേ ചെയ്യാത്തത് കൊണ്ട് ഇത് സൈസ് കൂടി വന്നു. ഇപ്പം എന്തായാലും ഒക്കെയാണ്. ചെറിയ ചെറിയ പെയിനുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പം എന്തായാലും ഒക്കെ ആയി വരുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയുള്ള ആർക്കെങ്കിലും ഒന്നൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെറിയൊരു പെയിൻ വന്നാൽ പോലും അതായത് ആരും എന്താ പറയുക അവോയ്ഡ് ചെയ്യരുത്. പെട്ടെന്ന് നമ്മൾ അടിവയറ്റിലും കാര്യങ്ങളൊക്കെ വേദന വരുമ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് നമ്മളെ ഹെൽത്തല്ലേ, നമ്മളെ നോക്കണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ അതിന് പെയിനും കാര്യങ്ങളൊക്കെ വരും. തുടക്കത്തിൽ അറിഞ്ഞാലല്ലേ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഫൈനൽ ലാസ്റ്റ് സ്റ്റേജിൽ അറിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യാൻ പറ്റില്ല എന്നല്ല, അപ്പോൾ തന്നെ ഈ എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യണ്ടേ. അപ്പം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നേരത്തെ അറിയുകയാണെങ്കിൽ ഇപ്പം സൈസ് കുറവുള്ളത് നമുക്ക് ചിലപ്പം ടാബ്ലറ്റ്സും മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ 5 സെൻറ്റിമീറ്ററിൽ കൂടുതലുള്ള സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ മെഡിസിൻസിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തായാലും സർജറി തന്നെ അല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇപ്പോഴും ഞാൻ റെസ്റ്റിലാണ്. ഞാൻ ഓക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.